1993 ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് റിലീസാകുന്നത്. മധു മുട്ടം തിരക്കഥ ഒരുക്കിയ സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മോഹൻലാൽ നായകനായ സിനിമയിൽ സുരേഷ് ഗോപി, ശോഭന, നെടുമുടി വേണു, ഇന്നസെന്റ്, വിനയപ്രസാദ്, KPSC ലളിത, ശ്രീധർ, KB ഗണേഷ് കുമാർ, സുധീഷ്, തിലകൻ തുടങ്ങിയ മികച്ച താരനിര തന്നെ ഒന്നിച്ചിരുന്നു. ചിത്രത്തിൽ ചന്തു എന്ന കഥാപാത്രമായിട്ടായിരുന്നു സുധീഷ് എത്തിയത്. എന്നാൽ മണിച്ചിത്രത്താഴിന് ശേഷം അദ്ദേഹത്തെ പലരും കിണ്ടി എന്ന് വിളിച്ചു തുടങ്ങി. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സുധീഷ്. 31 വർഷങ്ങൾക്ക് ശേഷം മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സെല്ലുലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിച്ചിത്രത്താഴിന് ശേഷം എനിക്ക് കിണ്ടി എന്ന ഒരു പേര് വന്നു. അന്ന് ആ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകളുടെ അത്രയും പോപ്പുലർ അല്ലെങ്കിലും അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന സമയമായിരുന്നു അത്. മുദ്ര, വേനൽക്കിനാവുകൾ, ആധാരം, ചെപ്പടി വിദ്യ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ എന്നെ അറിയാമായിരുന്നു. അന്ന് മണിച്ചിത്രത്താഴിൻ്റെ ഷൂട്ടിംഗ് തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ വെച്ചായിരുന്നു. ഒരിക്കൽ മുറിയിൽ നിന്ന് ഞാൻ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഫാസിൽ സാറും ഉണ്ടായിരുന്നു. അവിടെ ചുറ്റും ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ എന്നെ നോക്കി സുധീഷേട്ടാ എന്ന് വിളിച്ചു. ദേ സുധീഷ് പോകുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും ഇപ്പോൾ സുധീഷ് എന്നൊക്കെ വിളിക്കും, ഈ പടം റിലീസായി കഴിഞ്ഞാൽ സുധീഷിൻ്റെ പേര് മാറുമെന്ന് ഉറപ്പാണ് എന്ന് ഫാസിൽ സാർ പറഞ്ഞു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല. പേര് മാറുമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാലും സാറിന് ആ കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ടാകുമല്ലോ സാർ അങ്ങനെ പറഞ്ഞത്. ഷൂട്ടിംഗ് സമയത്ത് പോലും എനിക്ക് ആ കിണ്ടി എന്ന വാക്ക് പിന്നെ ഇങ്ങനെ മാറുമെന്ന് തോന്നിയിരുന്നില്ല. കാരണം ഒരുപാട് സ്റ്റാറുകളുള്ള ഒരു സിനിമ ആയതുകൊണ്ട് എൻ്റെ ഏരിയ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയത്, സുധീഷ് പറഞ്ഞു.